ഹലോ ഗായ്സ്, അപ്പോൾ കിച്ചു സെക്കിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10K ലോഡിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു ഗെയിമിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ കൊമ്പൻ്റെ ഡേവിഡാണോ ഡാവുഡാണോ എന്നറിയില്ല. എന്തായാലും കിടുക്കാച്ചി വണ്ടിയാണ്. വണ്ടി പറന്ന് നിൽക്കും. കിടിലം വണ്ടിയാണ്. കിടിലം പെർഫോമൻസ് ആണ് വണ്ടീൻ്റെ. പിന്നെ നല്ല ടെർബോ അടിക്കുന്ന വണ്ടിയാണ്. നല്ല ടെർബോൻ്റെ ഒച്ചയൊക്കെ കേൾക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ മുതൽ നല്ല നല്ല പൈസയുടെ ഓട്ടമാണ്. നല്ല 577 അപ്പോൾ ആഡ് ചെയ്യും. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. ഇതാണ്ടേ, ഇതിൻ്റെ എൻജിൻ സൗണ്ടൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. ടെർബോൻ്റെ ഒച്ച കേട്ടോളേ, നിങ്ങൾ കേട്ടോളേ. ഒരു വിസിലടിക്കുന്ന ഒച്ച കേൾക്കും. ഈ സ്റ്റാർട്ടിങ് സൗണ്ട് കേൾപ്പിച്ചു തരാം. കൃത്യം ഉള്ളൊക്കെ നല്ല കിഡിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കിഡിലെ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മാനുവൽ ഗിയർ ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ അശോക് ലൈലൻഡിൻ്റെ സ്വന്തം സാധനമാണ്. അപ്പം നമുക്ക് പോയേക്കാം. കൂടുതലൊന്നും നോക്കാനൊന്നുമില്ല. നമ്മുടെ വണ്ടി ഇപ്പം നമ്മൾ ലോങ് ട്രിപ്പാണ് പോകുന്നത്. വിത്ത് മാനുവൽ ഗിയർ ബോക്സ് ആണ് വണ്ടിയുടെ. കിട്ടിയിലും പെർഫോമൻസ് ആണ്. ഞാൻ ഇതിൻ്റെ പെർഫോമൻസിനെ കണ്ടോളെ. വണ്ടി പെട്ടെന്ന് കുതിക്കും. കണ്ട, വണ്ടീൻ്റെ ഉള്ളൊക്കെ കിഡിലാണ് കേട്ടോ. ഉള്ളൊന്നും ഒരു രക്ഷയില്ല. കിഡിലാക്കി വെച്ചാൽ നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിന്നുണ്ട്. ജിന്നും ഇതുപോലെ തന്നെയാണ്. ഭയങ്കര പെർഫോമൻസ്. പക്ഷെ ജിന്നിൻ്റെ കുഴപ്പമില്ല. നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറാണ്. ജിന്നിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളെന്ന് പറയുമ്പോൾ അത്ര മോഡിഫിക്കേഷൻ അല്ല. ഇത് അത്യാവശ്യം മോഡിഫിക്കേഷനാണ്. പക്ഷേ ഇത്ര മോഡിഫിക്കേഷൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇതെന്താണ് ഗൈസ്, വണ്ടിക്ക് സ്പീഡ് പോയത് ഇച്ചിരി കുഴപ്പമാണ്. ഇത് നമ്മൾ പ്രൊഫഷണലാണ്. ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ വണ്ടി നല്ല പറന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഏതോ ഒരു വില്ലേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റോങ് തരാം. ഇവിടെ അയ്യോ ചേച്ചി അവൾ സീൻ തന്നെയാണല്ലോ. ഇവിടെ കൊണ്ട ഇഞ്ചൻ വണ്ടി വെച്ചിട്ട് അയ്യോ, വണ്ടി പെട്ടെന്നൊരു ലാഗ് വന്നു. കുഴപ്പമില്ല, നമ്മൾ എടുത്തുകൊണ്ട് പോയി. ഇതാണ് നമ്മുടെ വണ്ടി സീനാണ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി പവറാണ്. വണ്ടി ഇത് 3rd ഗിയറിലൊക്കെ ഇട്ട് ആക്സിലേറ്റർ കൊടുത്ത വണ്ടി പറക്കും. ബസ് നമ്മൾ മറ്റേ KSRTCൻ്റെ സ്വിഫ്റ്റ് ബസ് കൊണ്ടുവന്നു. പിന്നെ ഒരു ആംബുലൻസ് കൊണ്ടുവന്നു. രണ്ടും കിടിലാണ് കേട്ടോ. KSRTCൻ്റെ സ്വിഫ്റ്റിൻ്റെ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നത് ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് ഈ കൊമ്പൻ്റെ ഈ വണ്ടി പോലും ഇടിച്ചാൽ കുറയുന്ന പോലെ അതിൻ്റെ ആയുസൊന്നും അതിന് കുറയില്ല. അതുമാത്രമല്ല, അത്ര വലിയ വണ്ടിയൊന്നും ഇട്ട് കാര്യമില്ല. കാർ ഓടിക്കുന്ന പോലെ അത്രക്കും പെർഫോമൻസ് പിന്നെ ബസ്സിലാണ് കൂടുതൽ. മേ ബി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ ആ കാല് കൊടുക്കുമ്പോൾ കുത്തി കയറും വണ്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെയൊക്കെ സ്വിഫ്റ്റിന്. പക്ഷേ സ്വിഫ്റ്റിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ചുരം കയറുമ്പോൾ തട്ടും, സൈഡ് വരെയും. ഇവിടെ വണ്ടിയുടെ പെർഫോമൻസ് ഉണ്ട്. 3rd ഗിയർ നമ്മൾ 6th ഗിയർ പോയി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നല്ലോണം ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് പിന്നെ പവർ കിട്ടുമല്ലോ. നമ്മളൊന്ന് 4th or 5th ഇട്ട് കൊടുത്താൽ മതി. കണ്ട, ഇപ്പോൾ 4th തന്നെ എനിക്ക് ഡൗൺ ചെയ്യാണ്ട് തന്നെ കയറിപ്പോൾ. കണ്ട, വണ്ടി അത്ര തട്ടിയില്ല. നമ്മൾ അറിഞ്ഞില്ല, നമ്മളിപ്പോൾ പ്രൊഫഷണലാണ്. എൻ്റെ വണ്ടി സീനാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട്. നമ്മൾ കുറേ വണ്ടി എടുത്തിട്ടുണ്ട് മൂടുന്ന്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൊബൈൽ ഫോണിൽ കളിക്കാൻ പറ്റുന്ന യൂറോ ട്രക്ക് സിമുലേറ്റർ 2 ആണ്. അപ്പോൾ ഉണ്ടല്ലേ, അതിൻ്റെ ഒറിജിനൽ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ കേരള മാപ്പ് നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. ഒരു മിനിറ്റ്, നെക്സ്റ്റ് മാപ്പ് ലോഡിങ്. ഗൈസ്, ഞാൻ ആ കേരള മാപ്പ്, അതായത് നമ്മുടെ എതിരെ വരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂറോപ്യൻ ടൈപ്സ് വണ്ടികളാണ്. ഈ എതിരെ വരുന്ന AI ട്രാഫിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂറോപ്യൻ ടൈപ്പ് വണ്ടികളാണ്. വോൾവോ ബസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് കേരള ആക്കാൻ വേണ്ടി പോകണം. അതായത് ലെയ്ലൻഡ്, പ്രൈവറ്റ് ബസ്, അങ്ങനത്തെ
പിന്നെ ലെയ്ലൻഡിലെ ലോറി, പിന്നെ ഓട്ടോറിക്ഷ, അങ്ങനത്തെ പിന്നെ കേരളത്തിൽ കണ്ടുവരുന്ന വണ്ടികളുടെ അതാണ് കേരള മാപ്പ്. എല്ലാവർക്കും അറിയായിരിക്കും. വഴിയൊക്കെ അതുപോലെ കേരളം പോലെ ആയിരിക്കും. അപ്പോൾ അത് എനിക്ക് എങ്ങനെ ആക്കണ്ടേന്നറിയില്ല. അപ്പോൾ അത് ആക്കണ്ടൊക്കെ നോക്കി കുറച്ച് നാളെടുക്കും കേട്ടോ. എന്തായാലും ആക്കണ്ടൊക്കെ നോക്കി ആ സംഭവം എങ്ങനെ ആക്കണ്ടേ എനിക്ക് ചെറുതായിട്ടൊക്കെ പിടികിട്ടി. പക്ഷേ അത് ഇപ്പോഴും സെറ്റായിട്ടില്ല. മാപ്പിനകത്ത് വന്നു, പക്ഷെ അതെങ്ങനെ ഇടണ്ടേ ആക്കണ്ടേന്ന് സെറ്റായിട്ടില്ല. അതൊക്കെ ചെയ്യണമല്ലോ കുറേ, മറ്റേ എക്സ്ട്രാക്ട് ചെയ്യണ്ടേ മാപ്പ് ഫയലിൽ പോയിട്ട്. അതൊന്നും എനിക്ക് നോക്കണം, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വരും. അയ്യോ നമ്മൾ ഇന്നത്തെ വണ്ടിയിൽ വണ്ടിയിൽ പാട്ടില്ല കേട്ടോ. സൈഡ് വരുന്നൊന്നുമില്ല. വണ്ടി സൈഡ് തന്നു, താങ്ക് യു ബ്രോ. ശരി, ഇതാക്കി തന്നു. ഇതിനകത്ത് പാട്ടുണ്ട്, പക്ഷെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഞാനത് ഇടുന്നില്ല. ഞങ്ങൾ ഇരുന്നിട്ട് നോക്കി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കിയാലോ? വണ്ടിക്ക് കിട്ടില്ല. ആ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ആ ഒരു ഒച്ച വരുന്നുണ്ട്. വണ്ടി നേരത്തെ ചെറുതായിട്ട് തട്ടിയതിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റേ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാം. നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കിട്ടില്ല വണ്ടിയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ കൊമ്പൻ. നമ്മുടെ കൊമ്പൻ്റെ ലൈവറി ആഡ് ചെയ്തതല്ല, ഇത് ഒറിജിനൽ കൊമ്പൻ്റെ വണ്ടി തന്നെയാണ്. കണ്ടില്ലേ, കിട്ടിക്കാച്ചി വണ്ടിയാണ്. ഇവിടെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ആ കേരള മാപ്പ് നമ്മൾ ഉടൻ തന്നെ വരുമെന്ന് പറഞ്ഞു. അത് ഞാൻ പലരുടെയും ഫോണിൽ കണ്ടു. നല്ല രസമുണ്ട് കാണാൻ. നമ്മളെതിരെ കറക്റ്റ് തനി കേരളത്തിൽ പോകുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ ഈ സൈഡിലോട്ട് വരുന്ന വണ്ടികളൊക്കെ കണ്ട അത് കേരള മാപ്പ് എടുക്കുകയാണെങ്കിൽ മറ്റേ റോസിൽ 3 ലൈനില്ല പ്രൈവറ്റ് ബസ്, KSRTC ഇതൊക്കെ ആയിരിക്കും. നല്ല രസമായിരിക്കും. നമ്മളിവിടെ തന്നെ ആഡും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗെയിമിംഗ് വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മളൊന്ന് കമൻറ്റ് ഇടുക. നിങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി നിങ്ങൾ പറയുന്ന ഗെയിംസൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ബസ് ഗെയിംസിൽ ഏറ്റവും ഇഷ്ടം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. ഫോണ് കമ്പ്യൂട്ടറൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് മറ്റേ യൂറോ ട്രക്ക് സിമുലേറ്റർ 2 അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കമ്പ്യൂട്ടർ ഞാൻ ഒരിക്കൽ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു, കളിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ അടിച്ചു എൻ്റെ ഭാഗ്യക്കേട് കാരണം. കമ്പ്യൂട്ടറിൽ ഞാനൊന്ന് ഇൻസ്റ്റാൾ ആക്കിയായിരുന്നു. കമ്പ്യൂട്ടറല്ല, കമ്പ്യൂട്ടറല്ലേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ AI അടിപൊളിയാണ്. നമ്മളിപ്പോൾ റോഡിൻ്റെ നടുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവനെ ഒന്ന് ഓവർടേക്ക് ചെയ്തോട്ടെ. ചിലപ്പോഴാണ് ടെസ്റ്റ് ആവും, എനിക്കറിയില്ല. കണ്ടോളെ, ഞാൻ ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചാലേ. ഞാനിപ്പോൾ ഈ റോഡിൻ്റെ നടുക്ക് നിർത്തി വെച്ച് ഓനിപ്പോൾ എടുത്തുകൊണ്ട് പോയിരിക്കും. കണ്ടോളെ, ഞാനിപ്പോൾ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഓൻ എടുത്തുകൊണ്ട് പോകും. കണ്ടോളെ, എനിക്ക് ഇതിൻ്റെ ഈ AI ഭയങ്കര ഇഷ്ടമാണ്. കണ്ട ഈ AI എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രാഫിക് AI കണ്ട, വണ്ടിയൊക്കെ പോകുന്ന നോക്കിയിട്ട് മെല്ലനെ, വണ്ടിയൊന്നും ഇല്ലെങ്കിൽ കണ്ട ഓരോരുത്തരും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. വണ്ടി ഉണ്ടോ നോക്കും അവർ, ഇല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അത് നല്ലൊരു AI ആണ്. കാരണം ബാക്കിയിലെ ഗെയിംസിലൊക്കെ കുറച്ച് ഗെയിംസിൽ ഇത് ഉൾപ്പെടെ 2-3 ഗെയിമിൽ മാത്രമേ ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റിൽ അങ്ങനത്തെ കുറച്ച് ഗെയിമിൽ മാത്രമേ ഈ ഒരു AI ഫീച്ചറൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇതിലുള്ള വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെങ്കിൽ അവർ നമ്മളെ മാത്രമല്ല അവരവരെ തന്നെ ഓവർടേക്ക് ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. അതായത് നമ്മളതല്ലാണ്ട് കണ്ട ആ ഓട്ടോക്കാരൻ പോകുന്നുണ്ട, അവരെ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട. അതൊക്കെ നല്ലൊരു AI ആണ്. പിന്നെ വേറെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകും കേട്ടോ ഇതിനകത്ത്. അത് മാത്രമല്ല ഗൈസ്, ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് പോകുമ്പോൾ ഇവർ നിർത്തിയിടും. എൻ്റെ വണ്ടിയൊക്കെ പോകുന്നത് നോക്കിയിട്ട് എടുക്കും. അല്ലാണ്ട് മറ്റേതുപോലെ ഇങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് പോകില്ല, മറ്റേ സാധാരണ ഗെയിംസ് കാണുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ, അതായത് ഈ AI ഒക്കെ വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ കാര്യത്തിൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് ഏറ്റവും അടിപൊളി ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം നിങ്ങൾ എടുത്തപാടും നിങ്ങളായിരിക്കും ഇതെങ്ങനെയാണ് അറിയാത്തവർ കുറവായിരിക്കും. നിങ്ങളെ കൂട്ടത്തിൽ എനിക്കായിരിക്കും ഒട്ടും അറിയാത്തത്. എന്നാലും ഞാൻ പറയാണ്,
നമ്മുടെ അറിയാത്തവരുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അവർക്ക് വേണ്ടി അയ്യോ ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കേട്ടോ, ജസ്റ്റ് ഒന്ന് അത്യാവശ്യം വരിഞ്ഞു. കാരണം 87 ഒരു നമുക്കൊന്ന് വണ്ടി റിപ്പയർ ചെയ്യാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. അതിൻ്റെ കേസ് ഒന്ന് വണ്ടി റിപ്പയർ ചെയ്യട്ടെ. നമ്മളെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്ത് നമ്മൾ പോരാണ്ട് നമ്മൾ വണ്ടി കഴുകുകയും ചെയ്തു കേട്ടോ. നേരത്തെ വണ്ടി തീട്ടക്കണ്ടി പോലെ ഉണ്ട്, ഇനിയിപ്പോൾ വണ്ടി സെറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒട്ടും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യനെ പറ്റി ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞു തരികയാണ് ഒരു കാര്യം. അതായത് നിങ്ങൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത പാടും വണ്ടിയുടെ ആ ഗെയിമിൻ്റെ ഷോപ്പിൽ തന്നെ പോയിട്ട് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപോലെ കൊമ്പനും ജയ്ഗുരുവും ആംബുലൻസും ഒരു കേരള വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിന് കേരള മോഡ് എന്നുള്ളൊരു ആപ്പുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. കേരള മോഡല്ലാണ്ട് ഉൾപ്പെടെ വേറെ കുറേ മോഡുണ്ട്. കേരള ആംബുലൻസ് മോഡ്, കേരള ടൂറിസ്റ്റ് ബസ് മോഡ്, കേരള ട്രക്സ് മോഡ്, ഇങ്ങനെ കുറേ മോഡുണ്ട്. അങ്ങനത്തെ കുറേ മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി വണ്ടികൾ അതിനകത്ത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്താൽ പിന്നെ ചില വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇങ്ങനെ, അതായത് ഇത് എനിക്കിപ്പോൾ ഈ കൊമ്പനെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. ഈ കൊമ്പൻ എനിക്ക് കിട്ടിയത് ബോഡി മാത്രമാണ്. അതായത് ബോഡി മോനെ ആ ഒരു പെർഫെക്ഷൻ കണ്ടില്ലേ മഴേൻ്റെ കണ്ടോ, ബോഡി മാത്രം, ബോഡി പിന്നെ എൻജിൻ പെയിൻറ്റ്, ഇത് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അല്ലാണ്ട് ഇതുപോലെ എക്സ്ട്രാ ആഡിങ് ഒന്നും ഉണ്ടായിട്ടില്ല. വെറും ഒരു നോർമൽ ബസ്സാണ്. പക്ഷേ ഇപ്പം അത് നമ്മൾ ഓരോന്ന് ഈ സ്റ്റിക്കറും ഈ എക്സ്ട്രാ ഹെഡ്ലൈറ്റും ഈ പേരും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനങ്ങളൊക്കെ ഓരോന്നും ഡൗൺലോഡ് ചെയ്ത് ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവ് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലാണ്ട് നിങ്ങൾ ബസ് ഡൗൺലോഡ് ചെയ്ത് ഇരിക്കുമ്പോൾ അത് നോർമൽ ഒരു സാധാരണ ബസ്സായിരിക്കും. അത് നമ്മളിതുപോലെ മോഡിഫൈ ചെയ്യുകയാണ് വേണ്ടത്. അത് റിയൽ ലൈഫ് പോലെയാണ്. അല്ലാണ്ട് കൊമ്പൻ ഡേവിഡ് എന്ന് പറയുമ്പോൾ അതുമാത്രം അതിനായിട്ട് ഇറക്കിയ വണ്ടിയല്ല ലൈലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെയാണ്, അതെടുത്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്നതാണല്ലോ. ആ മഴേൻ്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ട നിങ്ങൾ ആ റോട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പോഴത്തേക്ക് നെക്സ്റ്റ് മാപ്പിലൂടെ ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കേരള മാപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ വെറൈറ്റി ആയിട്ട് കളിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ വണ്ടീൻ്റെ ടെർബോ അടിക്കുന്ന വെച്ചോട്ടെ, സൂക്ഷിച്ചോട്ടെ, ഒരു വിസിലടിക്കുന്ന വെച്ചോട്ടെ കേട്ടോ. അതാണ് ടെർബോ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഇരുന്നിട്ട് വയ്ക്കുക. ആയുസൊന്നും കൊണ്ടിട്ടില്ല, കുഴപ്പമില്ല. അത് മറ്റേ ഈ സാധനമാണ് കേട്ടോ, അതൊന്നും പോയൊരു സീനില്ല. നമ്മൾ ഇതാരാ എടാ മോനെ നോക്കിയെടുക്കണ്ടാ. ശടാ നമ്മളൊരു പ്രൊഫഷണൽ ആവുമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലോട്ട് എടുത്തുകൊണ്ട് പോകാനാവോ നമുക്കറിയില്ല. കുഴപ്പമില്ല, നമുക്ക് പൈസ എടുത്തിട്ട് പോവാം. നമ്മൾ നന്മയുള്ള ലോകമായി തീരണം. പൈസ എടുത്തിട്ട് പോകണം. ഇച്ചിരി ലാഗ്. ആ വണ്ടിക്ക് സ്റ്റിയറിങ്ങിൻ്റെ കവറൊക്കെ കണ്ടോ, ഇതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ടുള്ള വേറെ ഇതുണ്ട്. പിന്നെ പോരാണ്ട് ഇവിടെ മറ്റേ നെറ്റിപ്പട്ടൊക്കെ ആഡ് ചെയ്യാനാവും കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വേണമെന്ന് പറയുന്നില്ല, ഗുണം ഉണ്ടാവില്ല വണ്ടിക്ക്, ഗിയർ ഡൗൺ ചെയ്യണം. വണ്ടീൻ്റെ ടൈപ്സ് ഓഫ് ഹോണും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ, അതാണ് വേറെ കോമഡി. ഇതിനകത്ത് ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഹോണ് ഇതാണ് കാണും. ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്നിത്, ഇതാണ് ഗൈസ് അത് അവൈലബിൾ ആയിട്ടുള്ള ഹോൺസ്. വണ്ടീൻ്റെ സ്റ്റെബിലിറ്റി കൂടെ കിട്ടില്ലുണ്ട് കേട്ടോ. പക്ഷേ കൊമ്പൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഗൈസ് ഇച്ചിരി കൂടെ നല്ലത്. നമ്മുടെ ജയ്ഗുരുവിന് സ്പീഡ് കൂടുതലാണ്, കൊമ്പന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. പക്ഷേ ജയ്ഗുരുവിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതിനകത്ത് എനിക്കൊരു ജയ്ഗുരുവിൻ്റെ ജിന്നുണ്ട്. ജയ്ഗുരുവിന് എനിക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി കൊമ്പൻ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വട്ടം ചാടി നമ്മൾ ചവിട്ടി, പിന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ കയറിപ്പോകാം. പക്ഷേ ഞാൻ കണ്ടിട്ട് പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ജയ്ഗുരു എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല. അയ്യോ, ജയ്ഗുരുവിൻ്റെ ജിന്നിൻ്റെ എല്ലാം കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടീനെ നോക്കാൻ മറന്നുപോയി.
കുഴപ്പമില്ല. കിട്ടിയ മഴയാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡൗൺ ചെയ്യാണ്ട് ഇങ്ങനെ പെട്ടെന്ന് സ്ലോ ആയാലും ഡൗൺ ചെയ്യാണ്ട് ഓവർടേക്ക് കയറിപ്പോൾ ജയ്ഗുരു ഫുൾ സ്പീഡിലാണെങ്കിലും അങ്ങനെ കയറി പോകാനാവില്ല. നമ്മൾ ഗിയർ ഡൗൺ ചെയ്തേ പറ്റും. അതുപോലെ കയറ്റത്തുനിന്നും സ്റ്റിക്ക് വരും. ഇച്ചിരി മെല്ലനെ പോകുന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് ഇത് സാധനം അങ്ങനെയല്ല. സ്പീഡ് വലിയ 180 190 ടച്ച് ചെയ്യും. ജയ്ഗുരു 220 ടച്ച് ചെയ്യും. പക്ഷേ സ്പീഡ് കുറഞ്ഞു പോയ വണ്ടി പന്നിപ്പോവും. ഈ സാധനത്തിൻ്റെ സ്പീഡ് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. 190 വരെ എത്തിയിട്ടുള്ളൂ. അതിന് മേലെ പോകുമെന്ന് എനിക്കറിയില്ല. വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. കുട്ടിയുടെ സ്റ്റെബിലിറ്റി കണ്ടാ മാലയാടുന്ന നോക്കിയാ. നല്ല പറപ്പിക്കാണ് കണ്ടോളെ. ഈ വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഞാൻ കാണിച്ചാലേ. ഉണ്ടാ കിടുക്കാച്ചായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10K ആവാനായിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് അങ്ങനെയല്ല. നമ്മൾ ഗെയിമിംഗ് വീഡിയോ ഇടും. അല്ലെങ്കിലും ഇപ്പം ഞാൻ വീഡിയോ എടുക്കാറില്ല. ഇതിപ്പോൾ രാത്രിയാണ്. രാത്രി ഞാൻ വീഡിയോ എടുക്കാറില്ല, രാവിലെ എടുക്കാറ്. അപ്പോൾ രാത്രി എടുക്കുന്നതെന്ന് ഒറ്റൊരു ഉദ്ദേശത്തിലാണ് 10K. ഒരു വെറും 90. ഇതാ ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റെബിലിറ്റി. ഞാൻ പറയാണ്ട് ഗിയർ ഡൗൺ ചെയ്തു. എൻ്റെ വണ്ടീൻ്റെ അരപ്പ് കേട്ടാ. അപ്പോൾ ഇതൊരു 10K ആവണം എന്നുള്ളൊരു മോഹമുണ്ട്. 94 സബ്സ്ക്രൈബേഴ്സും 93 സബ്സ്ക്രൈബേഴ്സും കൂടെയാണ് നമ്മുടെ 10Kക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വണ്ടിയുടെ സ്പീഡ് മീറ്റർ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കണ്ടോളാം. മറ്റേ സ്റ്റിയറിങ്ങിനെ മാലേൻ്റെ ഇടയിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. മാക്സിമം സ്പീഡാണിത്. ഇതിന് മേലെ കയറും. കാരണം വണ്ടി പറക്കുകയാണ്. ഒരു മാസം ഞാൻ പിന്നെ ടൂറിസ്റ്റ് ഹൗസിൻ്റെ കൂടുതലൊന്നും കാണാറില്ല. ഈ മോഡ് വന്നപ്പോഴാണ് കുറേ ടൂറിസ്റ്റ് ഹൗസ്. ഈ സ്പടികം, പിന്നെ ഈ വണ്ണസ് എനിക്കറിയാം, കൊമ്പനറിയാം, ജയ്ഗുരു അറിയാം. വേറെ ഒന്നും അങ്ങനെ അറിയില്ല. സ്പടികം എന്ന് ഏതാന്ന് പഠിച്ചു. പിന്നെ XPLOAD ഇത് ഇങ്ങനെ ഒരു ഉണ്ട്. എക്സ്പ്ലോഡാ അങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് ഹൗസ്. അതും കണ്ടു. ഈ മോഡ് 200 എത്തും ഗൈസ് നമ്മുടെ വണ്ടി. ഗൈസ് അപ്പോൾ നമ്മളെ വണ്ടി ജയ്ഗുരുവിൻ്റെ അത്ര തന്നെ സ്പീഡ് എത്തും. ജയ്ഗുരു ഇത്ര ഒരു 200 218. ഇതും അത്ര തന്നെ എത്തും. ഇങ്ങനെ തന്നെ കയറുക ജയ്ഗുരു. മെല്ലനെ സ്ട്രൈറ്റ് റോഡാണെങ്കിൽ. അപ്പോൾ ഈ സാധനം ജയ്ഗുരുവിനേക്കാളും പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ് ഗൈസ് നമ്മുടെ കൊമ്പൻ. കാരണം ജയ്ഗുരുവിൻ്റെ അത്ര തന്നെ സ്പീഡും എത്തും. എന്നാൽ ജയ്ഗുരുവിനേക്കാളും വലിക്കും വണ്ടി. സിഗരറ്റ് അങ്ങനെയല്ല ഗൈസ്. നമുക്കൊരു ട്രിക്ക് നോക്കി നോക്കാം. നമുക്ക് ടോള് വെട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇതിൻ്റെ ഇടക്കൂട്ടം നമ്മളെ വണ്ടി പോവോ? ഇല്ല ഗൈസ്, നമ്മളിതൊക്കെ പൊട്ടിച്ചേട്ടാ. ഇത് ഇവനെ ഏടുന്ന ലൈസൻസ് ഇവൻ എന്തുവാടി ഇവനൊരു എന്ത് കൊടുത്തിട്ട് തന്നെ കാര്യം. എടാ എന്ത് കൊടുക്കാന്ന് വെച്ചിട്ട് നീ എൻ്റെ മുമ്പ് മാറുന്നില്ലല്ലോടി. ഏതിലോട്ടാ പോയാലും കണക്കന്നെയാണ് ഗൈസ്. എൻ്റെ ആയുസ് കൊണ്ടുപോയി. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പവറായിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഇത് ഫ്രീ ആയിരുന്നു. നമ്മളെല്ലാം കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പവറായിട്ടുള്ള വണ്ടി ജയ്ഗുരു ആയിരുന്നു ഇത്ര നാൾ. അത് നമ്മൾ നേരെ നമ്മുടെ കൊമ്പൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇവൻ്റെ എൻജിനാണ് ഏറ്റവും പവർഫുള്ള്. അപ്പം നമ്മൾ അടുത്തൊരു എണ്ണപ്പമ്പ് വരെ കാണും. അത് കഴിഞ്ഞിട്ട് വീട് നിർത്താണ്. ഇപ്പം അത്യാവശ്യം ലോങ്ങായി, എനിക്ക് കയ്യല്ല എഡിറ്റ്. ഈ നെക്സ്റ്റ് മാപ്പ് ലോഡാകുന്ന വരെ കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ 20 മിനിറ്റ് ആയത് വളരെയധികം ലോങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 10K കഴിഞ്ഞിട്ട് ചെയ്യണം, അങ്ങനെയല്ല. കണ്ട നെക്സ്റ്റ് മാപ്പിലൂടെ. അപ്പം ഇനി 10K ആകാൻ സഹായിക്കുക. പിന്നെ നമുക്ക് അടുത്ത കാര്യം ചിന്തിക്കാം. നമ്മൾ എല്ലാം ഒരുമിച്ച് ചിന്തിക്കരുത്. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.